പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കുകയുമരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയരെ, നാം ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മെ കാണുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരിലൂടെയാണ് നാം ആദ്യമായി ശരിതെറ്റുകളെക്കുറിച്ച് ഒരു ധാരണ നേടുന്നത്. ഒരു പ്രായമെത്തുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ശിക്ഷണത്തോട് മടുപ്പ് തോന്നും. ഈ ലോകം വെച്ചു നീട്ടുന്ന സുഖസൗകര്യങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമൊക്കെ ആകർഷണമുണ്ടാകും. ഇന്നത്തെ വചനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു തന്ന വിശ്വാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉപദേശങ്ങളും ഏതവസ്ഥയിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സദാ അവയെക്കുറിച്ചുള്ള അവബോധമുണ്ടാകണമെന്ന് വചനം പറയുന്നു. അവയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നാം നേർവഴി ചരിക്കുന്നവരാകുമെന്ന് നമുക്ക് വചനം ഉറപ്പു തരുന്നു. നാം ഉറങ്ങുമ്പോൾ അവ നമുക്ക് കാവലാകുമെന്നും ഉണരുമ്പോൾ ഉപദേശമാകുമെന്നും വചനം പറയുന്നു. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത്, അവരിലൂടെ ലഭിച്ച ശിക്ഷണത്തെ ഓർത്ത്, അവ നമുക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അവരിപ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവത്തിനൊപ്പമാണെങ്കിൽ അവരുടെ ശാന്തിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർ കൈമാറി തന്ന നന്മകളോടെല്ലാം നീതി പുലർത്തി നമുക്ക് ജീവിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.